സംസ്ഥാനത്തോടുള്ള കേന്ദ്ര വിരോധമാണ് കേരളത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തിന് വഴിവെച്ചതെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര വിരോധമാണ് കേരളത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തിന് വഴിവെച്ചതെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ. ഗ്രാമീണ മേഖലയുടെ വികസനം തടസ്സപ്പെടുത്തുന്ന നടപടി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാവരുതെന്നും ടി കെ അച്യുതൻ പറഞ്ഞു. ബിൽ കുടിശ്ശിക ആവശ്യപ്പെട്ട് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ പഞ്ചായത്തിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതനുസരിച്ചാണ് ഗ്രാമീണ മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കുടിശ്ശിക ലഭിക്കാത്തത് കരാറുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിന് പരിഹാരം ആവശ്യമാണ്. സർക്കാരിന്റെ വികസന നയത്തെ തുരങ്കം വയ്ക്കുന്ന ചില ഉദ്യോഗസ്ഥ സമീപനത്തിലും മാറ്റം വേണം. 1000-ലധികം കോടി രൂപയുടെ കുടിശ്ശിക കരാറുകാർക്ക് നൽകാനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്ന് ടി കെ അച്യുതൻ ആവശ്യപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിലവർദ്ധനവിൻ്റെയും കൂലിവർദ്ധനവിൻ്റെയും സാമഗ്രികളുടെ ക്ഷാമവും ആ ക്ഷാമത്തിലൂടെ ഉണ്ടായ വിലവർദ്ധനവും താങ്ങാവുന്നതിനപ്പുറമായതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഒരു സമരത്തിലൂടെ ഉന്നയിക്കുക എന്ന ജനാധിപത്യ മര്യാദയാണ് സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. ഈ രംഗത്തെ കരാറുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കും. ഒന്ന് ട്രഷറി ബാനാണ്. കരാറുകാരുടെ ബില്ല് ലഭിക്കുന്നതിന് 2, 3, 4 ഒരാഴ്ചയോ സമയം എന്നതിന് പകരം മാസങ്ങളോളം കാത്തിരിക്കുക എന്ന അവസ്ഥ ഈ മേഖലയിൽ സംജാതമായിരിക്കും. പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡി ഗോപിദാസൻ, എം അനന്തൻ, എ സുരേഷ്, എം വിശ്വനാഥൻ, സുരേഷ് മുണ്ടൂർ, കെ സുരേന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.